ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികൾ. ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? 45-ാം വാക്യം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. സങ്കീർത്തനം 22-ന്റെ 1-ാം വാക്യമാണ് കർത്താവ് ഉദ്ധരിച്ചത്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? ദേശത്തോടിയ അന്ധകാരം യേശുവിൻ്റെ മേൽ വീണു. താനും പരിപൂർണമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപം ചെയ്ത മനുഷ്യൻ്റെ മേലുള്ള ദൈവകോപം, ദൈവത്തിൻ്റെ പൂർണ്ണ ശാപം താനും അനുഭവിച്ചു. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന വാക്യം ദൈവത്തിന് അറിയാമായിരുന്നു. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 22-ാം വാക്യം. തൂങ്ങി മരിച്ചവൻ ദൈവസനിൽ ശാപഗ്രസ്തൻ. ഗലാത്യ 3:13 മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു കുരിശിൽ തൂങ്ങിയ സമയം മുഴുവനും ദൈവം കർത്താവിനെ കൈവിട്ടു. നമ്മുടെ പാപം കർത്താവിൻ്റെ മേലിട്ടു. നമുക്ക് വേണ്ടി കർത്താവിനെ പാപമാക്കി. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. ദൈവത്തിന് പാപത്തെ നോക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ യേശുവിൻ്റെ മേൽ നിന്നും നോട്ടം മാറ്റി. ഗെത്സമന തോട്ടത്തിൽ യേശു വ്യക്തീകരിക്കുന്നതിന് ഒരു ദൈവദൂതൻ വന്നിരുന്നു. ലൂക്ക 22:43. എന്നാൽ ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ ശക്തീകരിക്കുന്നതിനോ ആരും വന്നില്ല. ഇതാണ് നമ്മെ രക്ഷിക്കുന്നതിന്, ദൈവകോപത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നതിന് യേശു കൊടുത്ത വില. തൻ്റെ ജീവനെ അച്ചാരമായി നൽകി. മനുഷ്യൻ്റെ പാപം കർത്താവിൻ്റെ മേൽ ചുമത്തി പാപത്തെ ദൈവത്തിൽ നോക്കുവാൻ കഴിയാതെ തൻ്റെ മുഖം തൻ്റെ പുത്രനിൽ നിന്ന് മാറ്റിയപ്പോൾ അത് കർത്താവിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. വേദനയിലും ദുഃഖത്തിലുമെല്ലാം പിതാവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ പാപം തൻ്റെ മേൽ ചുമത്തിയപ്പോൾ തന്നിൽ നിന്ന് പിതാവ് മുഖം മാറ്റി. അപ്പോൾ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ആ ഭൂമിയിലെല്ലാം അന്ധകാരമുണ്ടായി. 2-ാമത്തെ മൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കുറ്റമില്ലെന്ന് പ്രഖ്യാപിക്കുകയും കുറ്റവാളിയെപ്പോലെ ക്രൂശിക്കുകയും ചെയ്യുന്ന ലോകം, താൻ ആരാണെന്നറിയാതെ അതിക്രൂരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ, അതിനുള്ള ശിക്ഷ പിതാവ് അവർക്ക് കൊടുക്കും. അത് പാടില്ല കർത്താവേ, പിതാവേ എന്ന് പറയുകയാണ് നമ്മുടെ കർത്താവ്. 3. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിന് ഇടത്തും വലത്തുമായ 2 കള്ളന്മാർ. ഒരു കള്ളൻ, നീയും ക്രിസ്തുവല്ലേ, നിനക്ക് രക്ഷപ്പെടാം, അക്കൂട്ടത്തിൽ ഞങ്ങളെയും രക്ഷിക്കുക എന്നവൻ പറഞ്ഞ് കർത്താവിനെ ദുഷിക്കുന്നു. 40-ാം വാക്യം വായിക്കുമ്പോൾ മറ്റവനും അവനെ ശാസിക്കുന്നതും സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് പറയുന്നതും കാണും. നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിക്കുന്ന യോഗ്യമായതല്ലോ കിട്ടിയത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 42-ാം വാക്യം. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും നീ ഓർക്കണമേ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 4. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. 5-ാമത്തെ മൊഴി. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന അമ്മയോട്, ഇതാ നിൻ്റെ അമ്മ എന്ന യോഹന്നാനോട്. യേശു മരിക്കുന്ന സമയത്ത് തൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു. ഈ സുവിശേഷ രചിതാവായ യോഹന്നാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പ്രിയ സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഇനി മുതൽ യോഹന്നാൻ നിനക്ക് അമ്മയെപ്പോലെ ആയിരിക്കും. യേശു തൻ്റെ സ്വന്തം സഹോദരങ്ങളെ ഈ ജോലി ഏൽപ്പിച്ചിട്ടില്ല. കാരണം അവരപ്പോഴും വിശ്വസിക്കില്ല ആയിരുന്നു. യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനും സംഹാരണത്തിനും ശേഷമാണ് അവർ കർത്താവിൽ വിശ്വസിച്ചത്. യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആ നാഴിക മുതൽ അവൻ്റെ അമ്മ യോഹന്നാൻ്റെ കരങ്ങൾ ആയിരുന്നു. 6. എനിക്ക് ദാഹിക്കുന്നു. 7. നിവൃത്തിയായി, അവൻ്റെ വേല തീർന്നിരിക്കുന്നു. പിതാവ് തന്നെ ലോകത്തിൽ അയച്ച ദൗത്യം പൂർത്തീകരിച്ചു. നിവൃത്തിയായി തലചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.